അൽഹംദുലില്ലാ ഫൈനലി ഒരേക്കറോളം വരുന്ന നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏപ്രിൽ 21 നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 1 തുടങ്ങിയിട്ടുള്ള യാത്രയായിരുന്നു. മണ്ണൊരിക്കൽ, അതുപോലെ തന്നെ ബാക്കി പരിപാടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ നിങ്ങളുടെ പല സുഹൃത്തുക്കളും പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞ് എല്ലാവരുടെ ഒരു പിന്തുണയോട് സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്കിത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത സീസണിൽ നമ്മൾ തണ്ണിമത്തൻ ഇപ്രാവശ്യം ചെയ്തതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകളൊക്കെ നികത്തിയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ഒരേക്കറോളം വരുന്ന തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ നമുക്കൊരു 80,000 രൂപയോളമാണ് കോസ്റ്റ് വന്നിരുന്നത്. അത് എൻ്റെ ലേബർ കോസ്റ്റും എൻ്റെ ഉപ്പാടെ ലേബർ കോസ്റ്റും ഒന്നും കൂട്ടാതെയുള്ള ഒരു എക്സ്പെൻസാണ്. അതായത് ഫിനാൻഷ്യലായിട്ടും നമ്മൾ പിന്നെ ആവശ്യത്തിന് ലേബേഴ്സിന് തുടക്കത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുള്ള ലേബർ കോസ്റ്റ് അടക്കമാണ് 80,000 രൂപയോളം ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് ഒരു 2 ലക്ഷം പ്ലസ് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് സെയിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഫസ്റ്റ് കൃഷിയിലേക്ക് ഇറങ്ങണേ, കൊമേഴ്ഷ്യലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങണേ ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റിയുള്ളതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 35 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ചിട്ട് ഉപ്പ നാട്ടിലായിട്ട് ഏകദേശം ഒരു 12 കൊല്ലത്തിൻ്റെ ഒക്കെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്തിട്ട് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൃഷി തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നമുക്കൊരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സഹോദരനാണെങ്കിലും നാട്ടിലിപ്പോൾ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അവനക്കാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനും നമ്മുടെ ഈ കൃഷി ചെയ്യാനുള്ളൊരു തീരുമാനം കൊണ്ട് തന്നെ അതും സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കൃഷിനെ വ്യാപിപ്പിച്ച് കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മൾ ഹാർവസ്റ്റിംഗ് ടൈമിലുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിരക്കായ കാരണം നമുക്ക് ഒന്നും പ്രോപ്പർ ടൈമിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് ഇവിടെ ഹാർവസ്റ്റിങ്ങിനാണെങ്കിലും ഞാൻ തന്നെയാണ് ഇവിടെ ഓടി നടക്കുന്നത്. വിൽപ്പനക്കാണെങ്കിലും ഞാൻ തന്നെ നിൽക്കണം. അപ്പോൾ ടോട്ടലി പിന്നെ കൂടെ ഉപ്പൻ സഹോദരനൊക്കെ ഉണ്ടാവും. അപ്പോൾ ടോട്ടലി നമ്മൾ തന്നെ കാര്യങ്ങൾ ഓടി നടക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും ദിവസങ്ങളിലൊക്കെ പെൻഡിങ്ങുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് അതിന് നല്ലതുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എഡിറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഒരേക്കറോളം വരുന്ന ഈ തണ്ണിമത്തൻ കൃഷിയിടത്തുനിന്ന് ടോട്ടലി എത്ര പ്രൊഡക്ഷൻ നമുക്ക് കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ കൊണ്ടുപോകുന്ന സമയത്ത് 5 കിലോ 10 കിലോ 15 കിലോ ഇങ്ങനെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എത്ര kg നമുക്ക് കിട്ടി എന്നുള്ളത് ഏകദേശം ഒരു കണക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.